സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 46 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആര്? ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആര്? R.P. ദത്താണ് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത്. R.P. ദത്ത്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ഏത്? എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു. ലെപ്റ്റോസ്പൈറ. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനാ യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? 1931 38 ദിവസം നീണ്ടുനിന്ന യാചനാ യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹസാരിബാഗ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. പണ്ഡിത രമാബായി വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി സ്ഥാപിച്ച 2 പ്രധാന സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? പണ്ഡിത രമാബായി വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥാപിച്ച 2 പ്രധാന സ്ഥാപനങ്ങൾ ഏതെല്ലാം ആണ്? ഓപ്ഷൻ സി ആര്യ മഹിളാ സമാജ്, അതുപോലെ ശാരദാ സദൻ എന്നിവയാണ് പണ്ഡിത രമാബായി വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി സ്ഥാപിച്ച 2 പ്രധാന സ്ഥാപനങ്ങൾ. ആര്യ മഹിളാ സമാജും ശാരദാ സദനുമാണ്. ചുവടെ പറയുന്ന പത്രങ്ങൾ, സ്ഥാപകർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ലെഫ്റ്റ് സൈഡിൽ പത്രങ്ങൾ തന്നിരിക്കുന്നു, റൈറ്റ് സൈഡിൽ സ്ഥാപകർ തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. കോമറേഡ് മൗലാന മുഹമ്മദ് അലി. കോമറേഡ് മൗലാന മുഹമ്മദ് അലി. ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി അരവിന്ദ ഘോഷ്. കോമൺവെൽ ആനി ബസന്റ്. ലീഡർ മദൻ മോഹൻ മാളവ്യ. ഇപ്പൊ പത്രങ്ങളും സ്ഥാപകരുമാണ്. കോമറേഡ് ആരാണ് സ്ഥാപിച്ചത്? മൗലാന മുഹമ്മദ് അലിയാണ്. ബോംബെ ക്രോണിക്കൽ സ്ഥാപിച്ചത് ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. കർമ്മയോഗി എന്ന പത്രം ആരുടേതാണ്? ആരാണ് സ്ഥാപിച്ചത്? അരവിന്ദോ ഘോഷാണ്. കോമൺവെൽ സ്ഥാപിച്ചത് അനി ബസന്റ് ആണ്. ലീഡർ എന്ന പത്രം ആരുടേതാണ്? മദൻ മോഹൻ മാളവ്യയാണ് ലീഡർ എന്ന പത്രം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മൻ കി ബാത്ത് പരിപാടി ആദ്യമായി പ്രക്ഷേപണം നടത്തിയത് എന്നാണ്. പരിപാടിയുടെ പേര് മൻ കി ബാത്ത്. സ്ഥാപിച്ചത് ആദ്യമായിട്ട് ആരംഭിച്ചത് ആരാണ്? തുടക്കം കുറിച്ചത് നരേന്ദ്രമോദിയാണ്. ആദ്യമായിട്ട് പ്രക്ഷേപണം നടത്തിയത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2014 ഒക്ടോബർ 3 2014 ഒക്ടോബർ 3.
സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളെയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി നദിയാണ്. ഗോദാവരി നദിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പൊ 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം പയ്യന്നൂരിൽ നടന്നതിൽ അധ്യക്ഷത വഹിച്ചത് ആര് എന്നതാണ് ചോദ്യം. ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു പയ്യന്നൂരിൽ വെച്ച് നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകൃതമായ വർഷം ഏത്? 1815 ആണ്. 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. 1815. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഇവിടെ തന്നിരിക്കുന്നു കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി എന്നിവയാണ്. അപ്പൊ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ നദിയാണ്. നർമ്മദ നദി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നർമ്മദ നദി പതിക്കുന്നത് എവിടെയെന്ന് കമന്റ് ചെയ്യുക. നർമ്മദ നദിയുടെ പതന സ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് ഏത് പേരിൽ? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് ഏത് പേരിൽ ആയിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 ഏതൊക്കെയാണ്? ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്നീ പേരുകളിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. ഏതൊക്കെയാണ്? ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഏത്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള ശബ്ദമാണ്. അപ്പൊ താഴ്ന്ന പരിധി ഏതാണ്? 20 ഹെർട്സ് ആണ്. 20 ഹെർട്സ്. താഴെ പറയുന്നവയിൽ പാമീർ പീഠഭൂമിയിൽ സംഗമിക്കാത്ത പർവ്വതനിര ഏത്? പാമീർ പീഠഭൂമിയിൽ സംഗമിക്കാത്ത പർവ്വതനിര ഏത്? ആരവല്ലിയാണ്. ആരവല്ലി പർവ്വതനിരയാണ് പാമീർ പീഠഭൂമിയിൽ സംഗമിക്കാത്ത പർവ്വതനിര. തിയാൻഷാൻ, കാറക്കോറം, കുൻലുൽ എന്നിവയെല്ലാം പാമീർ പീഠഭൂമിയിൽ സംഗമിക്കുന്ന പർവ്വതനിരകളാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക സമുദ്രം ഏതൊരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രം. ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഫലഭൂഷ്ടമായ മണ്ണാൽ അനുഗ്രഹീതമാണ്. നദികളാൽ സമ്പന്നമായതിനാൽ ജലലഭ്യത കൂടുതലാണ്. ജനവാസം കുറഞ്ഞ ഭൂപ്രദേശമാണിത്. നിരപ്പായ ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതകളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്.
1, 2, 4 എന്നിവ ശരിയാണ്. ഉത്തര മഹാസമതലത്തെ സംബന്ധിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 4 എന്നിവയാണ്. ഫലഭൂഷ്ടമായ മണ്ണാൽ അനുഗ്രഹീതമാണ്. നദികളാൽ സമ്പന്നമായതിനാൽ ജലലഭ്യത കൂടുതലാണ്. നിരപ്പായ ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തെറ്റായിട്ടുള്ളത് ജനവാസം കുറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്ന ഉത്തര മഹാസമതലം, ജനനിബിഡം, ഉപദ്വീപീയ പീഠഭൂമി, സമുദ്രത്തിൽ നിന്നും 150 മുതൽ 900 മീറ്റർ ഉയരം, ഉത്തര മഹാസമതലം, നിരപ്പായ പ്രദേശം. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3 എന്നിവ എന്താണ്? ശരിയാണ്. ഉത്തര മഹാസമതലം ജനനിബിഡമാണ്. ജനങ്ങൾ തിങ്ങി പാർക്കുന്നതാണ് ഉത്തര മഹാസമതലം. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 150 മുതൽ 900 വരെ മീറ്റർ ഉയരത്തിൽ വരുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇനി ഉത്തര മഹാസമതലം എന്താണ്? നിരപ്പായ ഭൂപ്രദേശമാണ്. എന്നിവ എന്താണ്? ശരി ആണ്. പോയിന്റ്സുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക് തടാകമാണ്. ലോക്തക് തടാകം. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? മണിപ്പൂരിലാണ്. മണിപ്പൂർ. പൂക്കളുടെ താഴ്വര എവിടെയാണ്? പൂക്കളുടെ താഴ്വര. പൂക്കളുടെ താഴ്വര എവിടെയാണ്? ഉത്തരാഖണ്ഡാണ് പൂക്കളുടെ താഴ്വര. ഉത്തരാഖണ്ഡ്. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരേവ മണ്ണാണ്. കരേവ മണ്ണാണ് കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കരേവ മണ്ണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം. ബ്രഹ്മപുത്ര ചെമയുങ് ഹിമാനിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ചെമയുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ചെമയുങ്തുങ് ഹിമാനി. അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആര്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത് എന്നതാണ് ചോദ്യം. കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. അപ്പൊ അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് ആർക്കെതിരെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ കലാപം ഏത്? സംഘടിതം മാറ്റിയിട്ട് ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അടുത്ത ചോദ്യം. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടുകൂടിയാണ്? കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? 18ാം നൂറ്റാണ്ടോടെയാണ്. 18ാം നൂറ്റാണ്ട്. ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. ബ്രിട്ടീഷ് മലബാർ ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? 1792 ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മലബാർ കുടിയായ്മ നിയമം 1929 നടപ്പിലാക്കിയത് ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. കൊനോലി പ്ലോട്ട് നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയായവ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്.
1792 ശ്രീരംഗപട്ടണം സന്ധി 1792. ഈ സന്ധിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശരിയാണ്. മലബാർ കുടിയായ്മ നിയമം 1929 നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ലോഗൻ കമ്മീഷൻ. കൊനോലി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിലമ്പൂരിലാണ് കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. 3 പ്രസ്താവനകളും ശരിയാണ്. ശരീരത്തിന് ഊർജം നൽകുക എന്നത് ഏത് പോഷക ഘടകത്തിന്റെ പ്രധാന ധർമ്മമാണ്? ശരീരത്തിന് ഊർജം നൽകുക എന്നത് ഏത് പോഷക ഘടകത്തിൻ്റെതാണ്? കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന ധർമ്മമാണ്. അടുത്ത ചോദ്യം, പ്രോട്ടീനിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഓപ്ഷൻ ബി കോഷിയോർക്കർ, മരാസ്മസ് എന്നിവ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോഷിയോർക്കർ, മരാസ്മസ് എന്നിവ. ഇവ എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഒരേ അളവിലെടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിൻ. ഇവയെല്ലാം ഒരേ അളവിൽ കഴിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് ഏതായിരിക്കും? കൊഴുപ്പായിരിക്കും. കൊഴുപ്പ്. ഓപ്ഷൻ സി, കൊഴുപ്പ്. ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം എവിടെയൊക്കെയാണ്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ. ഇവിടങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം മഹൽവാരി സമ്പ്രദായമാണ്. മഹൽവാരി എവിടെയൊക്കെയാണ്? ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും. മഹൽവാരി സമ്പ്രദായം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് തന്നിരിക്കുന്നു. ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകർക്ക് നികുതി ഇളവ് നൽകല്, നികുതി നൽകാതിരുന്നാൽ ഭൂമി പിടിച്ചെടുക്കല്. ഇപ്പൊ ബന്ധപ്പെടാത്തത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. കർഷകർക്ക് നികുതി ഇളവ് നൽകിയെന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഉയർന്ന നികുതി നിരക്കായിരുന്നു, അതുപോലെ നിർബന്ധിത നികുതിയായിരുന്നു, നികുതി നൽകാതിരുന്നാൽ ഭൂമി പിടിച്ചെടുക്കലുണ്ടായിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാര് നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളാണ്. 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ആര്? ഡൽഹി ചക്രവർത്തിയായിട്ട് 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. താഴെ പറയുന്നവയിൽ പ്ലാസി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധം നടന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ പ്ലാസി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തി. ശരിയാണ്. ഈ യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? പ്ലാസി യുദ്ധമാണ്. ഇനി റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ നടന്ന ആദ്യ സൈനിക കലാപം വെള്ളൂർ കലാപമാണ്. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്നത് ഗോത്രവർഗ കലാപമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് വെള്ളൂർ കലാപം. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്നത് ഗോത്രവർഗ കലാപമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജനയുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് ആരംഭിക്കുന്നതിന് മിനിമം ബാലൻസ് തുക നിർബന്ധമാണ് എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്.
ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന, ഒന്ന് മാത്രം. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് ലഭ്യമാക്കുക എന്നത് ആണ് ഇതിന്റെ ലക്ഷ്യ പദ്ധതി. ഏതാണ്? ജൻധൻ യോജന, പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇനി മിനിമം ബാലൻസ് തുക നിർബന്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെന്താണ്? സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. മിനിമം ബാലൻസ് തുക ആവശ്യമില്ല, സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ അടുത്ത കാലത്തായിട്ട് ഡിമോണിറ്റൈസേഷൻ, അതായത് നോട്ടു നിരോധനം നടപ്പിലാക്കിയത് എന്ന്. നോട്ടു നിരോധനം അവസാനമായിട്ട് നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി 2016 നവംബർ 8 2016 നവംബർ 8. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ കീഴിലുള്ള നോട്ട് അച്ചടി പ്രസ്സുകൾ ഏതെല്ലാമാണ്? ഇതിന്റെയാണ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ്, BRBNMPL കീഴിലുള്ള നോട്ട് അച്ചടി പ്രസ്സുകൾ എവിടെയെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് മൈസൂരും സാൽബോണിയിലുമാണ്. മൈസൂർ, സാൽബോണി എന്നിവിടങ്ങളിലാണ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ കീഴിലുള്ള നോട്ട് അച്ചടി പ്രസ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ, സാൽബോണി എന്നിവിടങ്ങളിലാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ള നോട്ട് അച്ചടി പ്രസ്സുകൾ ഏതെല്ലാമാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ള നോട്ട് അച്ചടി പ്രസ്സുകൾ എവിടെയെല്ലാമാണ്? ഓപ്ഷൻ സി നാസിക്, ദേവാസ് എന്നിവിടങ്ങളിലാണ്. നാസിക്, ദേവാസ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ള നോട്ട് അച്ചടി പ്രസ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1949. 1949. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ പക്കലുള്ള അധിക തുക റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? വാണിജ്യ ബാങ്ക് അവരുടെ പക്കലുള്ള അധിക തുക എവിടെ നിക്ഷേപിക്കുന്നു? റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് അവർക്ക് കിട്ടുന്ന പലിശ നിരക്ക് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റിവേഴ്സ് റിപ്പോ നിരക്കാണ്. റിവേഴ്സ് റിപ്പോ നിരക്ക്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വളരെ വലിയ തുകകൾ തത്സമയം കൈമാറുന്നതിനായിട്ട് RBI ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനം ഏത്? ഓപ്ഷൻ സി ആണ് RTGS. ഓപ്ഷൻ സി RTGS. ഒരു ബാങ്കിന്റെ ഏതൊരു ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അക്കൗണ്ട് ഉടമകളെ സഹായിക്കുന്ന കേന്ദ്രീകൃത ബാങ്കിംഗ് സാങ്കേതിക വിദ്യ. ഒരു ബാങ്കിന്റെ ഏതൊരു ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ അക്കൗണ്ട് ഉടമകളെ സഹായിക്കുന്ന കേന്ദ്രീകൃത ബാങ്കിംഗ് സാങ്കേതിക വിദ്യയാണ് കോർ ബാങ്കിംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കോർ ബാങ്കിംഗ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുന്നു. ഭരണഘടന 7 മൗലിക അവകാശങ്ങളാണ് പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത് എന്നിവിടെ തന്നിരിക്കുന്നു. അനുച്ഛേദം 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ അനുച്ഛേദം 32 സഹായിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതെല്ലാം എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1, 3 എന്നിവ ശരിയാണ്. 1, 3 എന്നിവ ശരിയാണ്. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുന്നു. ശരിയാണ്. ഇനി അനുച്ഛേദം 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. തെറ്റായത്, ഭരണഘടനയുടെ എത്ര അവകാശങ്ങളാണ് ഭരണഘടന പൗരന്മാർക്ക് നൽകുന്നത്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇനി 4ാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ അനുച്ഛേദം 32 എന്ന്. അനുച്ഛേദം 32 പ്രകാരം നമുക്ക് സുപ്രീം കോടതിയെയാണ് സമീപിക്കാവുന്നത്. ഹൈക്കോടതിയെ സമീപിക്കാവുന്ന അനുച്ഛേദം 226 പ്രകാരമാണ്. അനുച്ഛേദം 226 പ്രകാരം നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാനാവും. അതുപോലെ അനുച്ഛേദം 32 പ്രകാരം നമുക്ക് സുപ്രീം കോടതിയെയാണ് സമീപിക്കുവാൻ സാധിക്കുക. വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായത്.
അനുച്ഛേദം 21A പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത്. 5 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായത്. ശരിയാണ്. അനുച്ഛേദം 21A പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത്. ശരിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു. ശരിയാണ്. ഇവിടെ 5 മുതൽ 14 വയസ്സ് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. രൂപീകരണ സമയത്ത് 389 അംഗങ്ങളുണ്ടായിരുന്നു. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. സ്വാതന്ത്ര്യത്തിനു ശേഷം അംഗസംഖ്യ 299 പുനഃസംഘടിപ്പിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 2, 3, 4 എന്നിവ ശരിയാണ്. 2, 3, 4. രൂപീകരണ സമയത്ത് എത്ര അംഗങ്ങൾ? 389 അംഗങ്ങളുണ്ടായിരുന്നു. ശരിയാണ്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. ശരിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം അംഗസംഖ്യ 299 പുനഃസംഘടിപ്പിച്ചു. ശരിയാണ്. ഭരണഘടനയുടെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രാജേന്ദ്ര പ്രസാദ്. അവസാനത്തെ ചോദ്യം. മഗ്ന കാർട്ടയെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പൗരാവകാശങ്ങളെ പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ. ഇത് 1215 ബ്രിട്ടനിലാണ് രൂപം കൊണ്ടത്. മഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം നിയമസംഹിത എന്ന് പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിന്റെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്. ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4. പൗരാവകാശങ്ങളെ പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മഗ്ന കാർട്ട. മഗ്ന കാർട്ട രൂപം കൊണ്ടത് 1215 ബ്രിട്ടനിലാണ്. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇതിന്റെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്. മഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലിയ പ്രമാണം അല്ലെങ്കിൽ വലിയ ഉടമ്പടി എന്നതാണ് മഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പോൾ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്